ഭരണ പ്രതിപക്ഷ പോരിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കൗൺസിൽ യോഗ സ്തംഭനം തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പൂർണ്ണതോതിൽ കൗൺസിൽ യോഗം നടക്കാറില്ല. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം യോഗം തടസ്സപ്പെടുത്തുന്നതും അജണ്ടകൾ ചർച്ച കൂടാതെ പാസാക്കി ഭരണപക്ഷം ഇറങ്ങിപ്പോകുന്നതും പതിവായിരിക്കുകയാണ്. നഗരവികസനവുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് വിഷയങ്ങളാണ് ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. നഗരസഭാ റിവിഷൻ ഫണ്ട് വകയിരുത്തുന്നതിൽ പ്രതിപക്ഷ വാർഡുകളോട് വിവേചനം പുലർത്തുന്നുവെന്നാരോപിച്ചാണ് BJP കൗൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധ സമരം നടത്തിവരുന്നത്. അജണ്ടകൾ മാറ്റിവെച്ച് പ്രശ്നം ചർച്ച ചെയ്യണമെന്നാണ് BJPയുടെ ആവശ്യം. എന്നാൽ അജണ്ടകൾ പൂർത്തിയായ ശേഷം ചർച്ചയാകാമെന്ന നിലപാടാണ് ഭരണപക്ഷമായ LDF സ്വീകരിക്കുന്നത്. എന്നാൽ വിവാദ വിഷയം ചർച്ച ചെയ്യാൻ ഇരുപക്ഷവും തയ്യാറാകുന്നില്ലെന്നതാണ് വാസ്തവം. യോഗങ്ങൾ ബഹളത്തിൽ കലാശിക്കുമ്പോൾ നഗരസഭാ കൗൺസിലിന്റെ ഉത്തരവാദിത്തം എന്തെന്നത് ഭരണപ്രതിപക്ഷങ്ങൾ മറന്നുപോകുകയാണ്. റിവിഷൻ ഫണ്ടിലുള്ള വിവേചനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് കൊടുക്കാത്തൊരു വിവേചനമുണ്ട്. അപ്പൊ ആ വിഷയം ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാണ്ട് 14 ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു കോലാഹലവും തല്ലും കുത്തുമ്പകളോ ഒച്ചപ്പാടുമ്പകളോ ഒക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞത് ആ വിഷയം ഉണ്ടായി. 14 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നലെ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ വീണ്ടും കൂടുന്നത്. ഈ 14 ദിവസം ഉണ്ടായ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണ കക്ഷിയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെയും കക്ഷി നേതാക്കളെയും വിളിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അപ്പൊ അവർക്ക് ഭരണപക്ഷത്തിന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങളുണ്ടാവും. മേലാവർത്തിക്കില്ലെന്നാണ് അടുത്ത തവണ വരുമ്പോൾ തരാന്നോ എല്ലാം പറഞ്ഞ പ്രശ്നം അവസാനിപ്പിച്ചിട്ടായിരിക്കണമായിരുന്നു ഇന്നലെ കൗൺസിൽ തുടങ്ങുന്നത്. 2 ആഴ്ച മുൻപ് നഗരസഭാ യോഗത്തിലുണ്ടായ പ്രതിഷേധം കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു. നിലവിലുള്ള നഗരസഭാ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ സുഗമമായ കൗൺസിൽ യോഗങ്ങൾ അപൂർവമാണ്. പ്രതിഷേധമാണ് പ്രതിപക്ഷ ധർമ്മമെന്ന് കരുതുന്ന BJPയും പ്രതിപക്ഷ വിരുദ്ധത മുഖമുദ്രയാക്കിയ LDFും വികസനത്തെ തകിടം മറിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയാണ്. കോൺഗ്രസിന് ഏക കൗൺസിലറായതിനാൽ ഗാലറിയിലിരുന്ന് കളി കാണുക മാത്രമേ നിവർത്തിയുള്ളൂ. രാഷ്ട്രീയം മാത്രം മുൻനിർത്തി കൗൺസിലർമാർ പോരടിക്കുമ്പോൾ പരാജയപ്പെടുന്നത് നാട്ടുകാരാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.